വിരൽഞ്ഞൊടി പോലും ഇടിമുഴക്കമായി പ്രതിധ്വനിക്കുന്ന കരുത്തിന്റെ കവിഞ്ഞൊഴുക്കിൽ അർജുന പരശതങ്ങൾ കർമ്മവീര്യമറിഞ്ഞു. ഹിന്ദുരാഷ്ട്ര ജൈത്രരഥത്തിന് സ്വാഗതമോദി സനാതനധർമ്മത്തിന്റെ വിജയഭേരിയായ ഘോഷ് പ്രദർശനം. ഹൈന്ദവ കേരളത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഗണഗീതാലാപനം. പുതിയ ഭാരതം ആരചിക്കാൻ ആദിമഹസിന്റെ പൊൻരഥത്തെ വരവേൽക്കുവാനുള്ള ഉണർത്തുപാട്ട് 1,00,000 കണ്ഠങ്ങളിൽ നിന്നും ഉറന്നൊഴുകി. ശുഭദിനം അമൃതകലശം പേരിയെത്തും ദേവതാഗണ സംഗമം വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. ഭാർഗവൻ മഴുവാൽ സമുദ്രം വെട്ടി നീക്കിയ പൗരുഷം. ശങ്കരൻ സർവജ്ഞപീഠം കയറി നിന്നൊരു വൈഭവം. വേഗഭാവന പിഴുതെറിഞ്ഞൊരു ഗുരുജനത്തിൻ സാധന. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. വേദിയിൽ അണിനിരന്ന വിശിഷ്ട വ്യക്തികളെയും വരിഷ്ഠ സന്യാസിമാരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രാന്തകാര്യവാഹ് മാന്യ പി ഗോപാലൻകുട്ടി മാസ്റ്റർ. സ്വാതന്ത്ര്യം അടിയറ വെക്കാൻ ഒരിക്കലും തയ്യാറല്ലെന്നും കുണ്ടറ വിളംബരത്തിലൂടെ പ്രഖ്യാപിച്ച ധീരദേശാഭിമാനി വേലുത്തമ്പിയുടെ കർമ്മരംഗമായ ഈ കൊല്ലത്ത് ഹിന്ദു ഐക്യത്തിൻ്റെ കാഹളമൂതിക്കൊണ്ട് ഹിന്ദു മഹാമണ്ഡലം പിറവിയെടുത്ത ഈ കൊല്ലത്ത് ഒരിക്കൽ കൂടി ഇവിടുത്തെ ജനത ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പരമപൂജനീയ സർസംഘചാലക് ശ്രീ മോഹൻജി ഭഗവത് അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി കേരളത്തിലെത്തുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുവാൻ, അദ്ദേഹത്തെ കാണുവാനും കേൾക്കുവാനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്വയംസേവക സഹോദരങ്ങളും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ അമ്മമാരും അനുഭാവികളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വേദിയിലിരിക്കുന്ന സമ്പൂജ്യരായ സന്യാസിവര്യന്മാർ, അതേപോലെ തന്നെ അഖില ഭാരതീയ അധികാരിമാർ, മറ്റ് സംസ്ഥാനങ്ങൾ ചുമതല വഹിക്കുന്ന സംഘ അധികാരിമാർ, വിവിധ പ്രാന്തപ്രമുഖന്മാർ എന്നിവരെല്ലാവരും തന്നെ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നു. സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എൻ നഗരേഷ് സ്വാഗതമോദി. പരംപൂജനീയ സർസംഘചാലക് ജി, വേദിയിലിരിക്കുന്ന വിശിഷ്ട സന്യാസി പ്രമുഖരെ, മുതിർന്ന സംഘ അധികാരിമാരെ,
സ്വയം സേവകരെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ ഒരു ഇതിഹാസമായി മാറാൻ പോകുന്ന ഒരു ചരിത്ര നിമിഷം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാന്ത സാംഘിക് ഇന്ന് കൊല്ലത്ത് നടക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ഗണവേഷധാരികളായ സ്വയംസേവകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രാന്ത സാംഘിക് നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ അതിനെല്ലാവർക്കും സൗകര്യപ്രദമായ കേരളത്തിൻ്റെ മധ്യ കേരളത്തിലെ കൊച്ചി പട്ടണത്തിൽ നടത്താനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. അവിടെ അതിനുവേണ്ടി വളരെ ബൃഹത്തായ ഒരു സ്വാഗത സംഘം മുൻ DGP ശ്രീ MGA രാമൻ അധ്യക്ഷനായിട്ടുള്ള ഒരു സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും പ്രാന്തസാംഘിക്കിന് എത്താൻ പോകുന്ന പൂർണ്ണ ഗണവേഷധാരികളായ സ്വയംസേവകരുടെ സംഖ്യാ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയപ്പോൾ ഇത്ര ബൃഹത്തായ സാംഘിക്കിനെ ഉൾക്കൊള്ളുവാനുള്ള വിസ്താരം എറണാകുളം നഗരത്തിലെ ഏറ്റവും വലിയ മൈതാനത്തിന് പോലും ഉണ്ടാവുകയില്ല എന്ന ബോധ്യം വന്ന നിമിഷത്തിൽ ഒരു ചരിത്ര നിയോഗം പോലെ ഈ പ്രാന്തസാംഘിക് ദർശിക്കുവാനുള്ള ഭാഗ്യം കൊല്ലം നഗരത്തിനും ആശ്രാമം മൈതാനത്തിനും ഉണ്ടായി. കാലം കാത്തിരുന്ന വചനതീർത്ഥ പ്രവാഹത്തിന് മുന്നേ വ്യക്തിഗീതം. സംഘതപസ്സിൽ ജ്വലിച്ചുയർന്ന വിശ്വരൂപ ദർശനത്തിനായി കാലവും നിഷ്പന്ദമാകുന്ന ചരിത്രമുഹൂർത്തം കാവ്യമായപ്പോൾ കാലവും നിഷ്പന്ദമാകുന്നൊരു വിശ്വരൂപ പ്രദർശനം കണ്ടു നമ്മൾ. കാലാതിവർത്തിയ സംഘക്കരുത്തിൻ്റെ രൂപപ്രഹർഷം നുകർന്നു നമ്മൾ. രൂപപ്രഹർഷം നുകർന്നു നമ്മൾ. കാലവും നിഷ്പന്ദമാകുന്നൊരു വിശ്വരൂപ പ്രദർശനം കണ്ടു നമ്മൾ. ഒരു കോടി ജന്മം തപം ചെയ്തുണർത്തിയ നടരാജ താണ്ഡവ ദർശനത്തിൽ ഒരു കോടി ജന്മം തപം ചെയ്തുണർത്തിയ നടരാജ താണ്ഡവ ദർശനത്തിൽ ഒരു സർഗനാദമനാഗതം ഭേദിച്ച് പാഞ്ചജന്യം മുഴക്കിയിടുകയായി. പാഞ്ചജന്യം മുഴക്കിയിടുകയായി. കാലവും നിഷ്പന്ദമാകുന്നൊരു വിശ്വരൂപ പ്രദർശനം കണ്ടു നമ്മൾ. ഭീകരതയ്ക്ക് മനുഷ്യത്വത്തിന്റെ മേലങ്കി ചാർത്തുന്ന പ്രീണന രാഷ്ട്രീയത്തിനെതിരെ, അസഹിഷ്ണുതയുടെ ആശയ തീവ്രവാദത്തിനെതിരെ ശക്തമായ പ്രതികരണം. രാഷ്ട്രത്തിന്റെ സ്വാഭിമാനമുണർത്തിയ ഉജ്ജ്വലമായ ഉദ്ബോധനം. തർക്കശുദ്ധവും തീഷ്ണവുമായ ദിശാദർശനം. 4 कारण है. पहला कारण है विचारों का कट्टरपन. उसके कारण व्यवहार में आने वाली अति असहिष्णुता.